അപ്പോൾ ഇന്ന് നമുക്ക് പഴം മുക്കി പൊരിച്ചെടുത്താലോ, അതായത് നമ്മൾ പഴംപൊരിന്ന്. അതിനായിട്ട് ഞാൻ 3 പഴം എടുത്ത് ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പഴംപൊരിൻ്റെ മാവ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, 2 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 നുള്ളു ഉപ്പും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ആക്കി എടുക്കണേ. നല്ല ലൂസും ആവാൻ കഴിയൂല, നല്ല ടൈറ്റ് ആവാനും കഴിയൂല കേട്ടോ. ഒരു മീഡിയം ലെവലിലുള്ള ഒരു ബാറ്റർ ആക്കി എടുക്കണം കേട്ടോ. നല്ല ലൂസായിട്ടുണ്ടെങ്കിൽ പഴത്തുമ്പോൾ മാവൊന്നും പിടിക്കൂല. നല്ല കട്ടിയായിട്ടുണ്ടെങ്കിൽ പഴംപൊരി ഭയങ്കരമായിട്ട് മാവ് പിടിച്ചിട്ട് എന്തോ പോലെ ഉണ്ടാവും കേട്ടോ. ഞാനിതാ ഇവിടെ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ആട്ടപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതായത് നമ്മൾ ഗോതമ്പ് പൊടി. പഴംപൊരി കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗോതമ്പ് പൊടി ചേർത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി ഇല്ല എന്നുള്ളവർ അരിപ്പൊടി മാത്രം ഇട്ടാൽ മതി, അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ക്രിസ്പി അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് പഴം ഇവിടെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ സോഫ്റ്റായിട്ടുള്ള നല്ല പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടെ നമ്മളെ ചാനൽ കൂടി